أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أتعلمون الله بدينكم والله يعلم ما في السماوات وما في الأرض والله بكل شيء عليم. يمنون عليك أن أسلموا قل لا تمنوا علي إسلامكم بل الله يمن عليكم أن هداكم للإيمان إن كنتم صادقين. إن الله يعلم غيب السماوات والأرض والله بصير بما تعملون. السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضاه. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ, അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സകല നികല മേഖലകളിലും അംഗീകരിച്ച് അനുസരിച്ച് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അവസരങ്ങളെ, സന്ദർഭങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും അവൻ്റെ പൊരുത്തത്തിനും അള്ളാഹു പാവങ്ങളായ നമുക്കായി ഒരുക്കി വച്ച സ്വർഗീയ ആരാമത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തണേ എന്ന് പ്രിയപ്പെട്ടവരോട് ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഈ മാസം 2 സൂറത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഫതഹ് കഴിഞ്ഞു. 49-ാം അധ്യായമായ സൂറത്തുൽ ഹുജറാത്ത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സോടുകൂടെ അവസാനിക്കുകയാണ്. പലപ്പോഴും നാം പറയാറുള്ളത് പോലെ മറ്റു ഗ്രന്ഥങ്ങളെപ്പോലെയല്ല വിശുദ്ധ ഖുർആൻ. അത് വെറും കേൾവിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഓരോ ആയത്തുകൾ പഠിക്കുമ്പോഴും ആ ആയത്തുകളിലൂടെ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് എന്താണ് നമ്മോട് പറയുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഇനിയുള്ള സൃഷ്ടജീവിതത്തിൽ റബ്ബിൻ്റെ ആ കൽപ്പനകൾ പ്രാവർത്തികമാക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. നാളെ പരലോകത്ത് നിന്ന് വെച്ച കാലം മുമ്പോട്ടെടുത്തു വെക്കാൻ പറ്റാത്ത സമയം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ വെച്ച കാലം മുമ്പോട്ടെടുത്തു വെക്കാൻ റബ്ബ് തആല സമ്മതിക്കില്ല എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണ് നമ്മോട് പറഞ്ഞത്. അതിലൊരു കാര്യം, പഠിച്ചിട്ട് അതുകൊണ്ട് എന്ത് അമൽ നീ ചെയ്തു എന്ന ചോദ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സനാബിൽ എന്ന ഖുർആൻ പഠന പദ്ധതിയിലൂടെ വിശുദ്ധ ഖുർആനിനെ പലതും മനസ്സിലാക്കാൻ സാധ്യമായിട്ടില്ലാത്ത പല ആളുകൾക്കും വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പഠിക്കുന്നത് വരെയും അള്ളാഹുവിനോടൊരു പക്ഷേ ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് അവസരം കിട്ടിയിട്ടില്ലെന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞേക്കും. എന്നാൽ പഠിച്ചതിന് ശേഷം ആ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ, എന്തുകൊണ്ട് നീ അത് പഠിച്ചിട്ട് നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നില്ല എന്ന് നാളെ റഹ്മാനായ റബ്ബ് എന്നോടും നിങ്ങളോടും ചോദിക്കുമെന്ന ആ ഒരു കൃത്യമായ ബോധ്യത്തോടുകൂടെയാകണം നാം പഠിക്കുന്നത്. ആ പഠിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. പഠിക്കാനും പകർത്താനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 49-ാം അധ്യായമായ സൂറത്തുൽ ഹുജറാത്തിന്റെ അവസാന 3 ആയത്തുകൾ 16, 17, 18 3 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഖുൽ അതുഅല്ലിമൂന അല്ലാഹ ബിദീനികും വല്ലാഹു യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. ഖുൽ, നബിയേ നീ പറയുക. ഇവിടെയും
നമ്മളിതിനു മുമ്പുള്ള ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കി അറാബികളാകുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നതും അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതും അതിന് മറുപടിയായി നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങൾ അസ്ലംന എന്ന് പറഞ്ഞോളൂ എന്നതൊക്കെ കേട്ടു. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ആയത്തും. ഖുൽ നബിയെ അങ്ങ് പറയുക, അതുഅല്ലിമൂന നിങ്ങൾ പഠിപ്പിക്കുകയാണോ, നിങ്ങൾ പഠിപ്പിക്കുകയാണോ ആരെ? അള്ളാഹുവിനെ നിങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ? ബിദീനിക്കും നിങ്ങളുടെ മതത്തെ പറ്റി, നിങ്ങളുടെ മതത്തെക്കുറിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് അങ്ങോട്ട് അള്ളാഹുവിനെ പഠിപ്പിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? വല്ലാഹു അള്ളാഹു ആകട്ടെ യഅലമു അവൻ അറിയുന്നവനാണ്, മഫിസ്സമാവാതി വമാ ഫിൽ അർള് ആകാശങ്ങളിലും ഭൂമിയിലുള്ളതും എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം അള്ളാഹു ബികുല്ലി ഷൈഇൻ എല്ലാ വസ്തുക്കളെ പറ്റിയും അലീമുൻ അറിവുള്ളവനാണ്. ആകാശഭൂമികളിലുള്ളത് മാത്രമല്ല, ലോകത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, എവിടെയെല്ലാം എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹു. അങ്ങനെയായിരിക്കെ അള്ളാഹുവിനെ നിങ്ങളുടെ മതത്തെ പറ്റി നിങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കാൻ നിൽക്കുകയാണോ എന്ന് അവരോട് ചോദിക്കണം, ആ അറാബികളോട് ചോദിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അറാബികൾക്ക് ഈ മറുപടി കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാനുണ്ടായ സാഹചര്യം അതിനു മുമ്പുള്ള ആയത്താണ്. അവർ വന്ന് പൊതുസ്വത്തിൽ നിന്ന് ഞങ്ങൾക്ക് വല്ലതും വേണം, വല്ലാത്ത ക്ഷാമഘട്ടമാണ്, വല്ലതും സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്നു. അതിനു മുമ്പ് അവർ പറഞ്ഞത് ഞങ്ങൾ വിശ്വാസികളായിട്ടുണ്ട്. മറ്റു പല ആളുകളും പല ഗോത്രക്കാരും ഇസ്ലാമിനെതിരെ പ്രവാചകനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ആ യുദ്ധത്തിനൊന്നും പങ്കെടുക്കാതെ ഞങ്ങൾ ഇസ്ലാമിൻ്റെ ആളുകളായി മാറിയത്, ഞങ്ങൾ മുസ്ലിമീങ്ങളായി മാറിയത് അത് വല്ലാത്തൊരു കാര്യമാണ്, അതൊരു ദാക്ഷിണ്യമാണ്, നിനക്ക് കിട്ടിയില്ല ഞങ്ങളെയൊക്കെ, അതുകൊണ്ട് ഞങ്ങളങ്ങോട്ട് സഹായിക്കൂ എന്ന അർത്ഥത്തിൽ അവർ സംസാരിച്ചു. ആ അറാബികളാകുന്ന ആളുകളുടെ വർത്തമാനവും അവരുടെ പെരുമാറ്റവുമെല്ലാം കണ്ടാൽ അള്ളാഹുവിന് അവരുടെ സ്ഥിതിഗതികൾ ഒന്നും അറിയുകയില്ല. അവർ മുസ്ലിമീങ്ങളാണെന്നോ അവർ വിശ്വസിച്ചിട്ടുണ്ടെന്നോ ഒന്നും അള്ളാഹുവിനറിയില്ല. അള്ളാഹുവിനെ അവർ അങ്ങോട്ട് പഠിപ്പിക്കാൻ നിൽക്കുകയാണ് എന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് ആകാശഭൂമികളിലുള്ള സർവ്വതും അറിയുന്ന റഹ്മാനായ റബ്ബിന് നിങ്ങളുടെ മനസ്സുകളെയും നിങ്ങളുടെ മനസ്സുകളിലുള്ള ഉദ്ദേശങ്ങളെയും വളരെ കൃത്യമായി അറിയാൻ കഴിയുന്നവനാണ് റഹ്മാനായ റബ്ബ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് മറുപടി പറയാൻ, അവർക്ക് മറുപടി കൊടുക്കാൻ അവരോട് പറയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയാൻ പറയുന്ന കാര്യം, ഇസ്ലാം സ്വീകരിക്കുക എന്നത് ഒരു ദാക്ഷിണ്യമായി നിന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചെയ്തിട്ടുള്ള ഒരു ദാക്ഷിണ്യമായിട്ടൊന്നും അവർ കരുതേണ്ടതില്ല എന്ന ഒരു മറുപടി കൊടുക്കാൻ കൂടി അല്ലാഹു തആല പിന്നീട് അടുത്ത ആയത്തിൽ പറയുന്നു. യമുന്നൂന അലൈക അൻ അസ്ലമു, യമുന്നൂന അവർ ഔദാര്യമായി പറയുന്നു, അവർ ഔദാര്യമായി ഉപകാരം എടുത്തു പറയുകയാണ്. അലൈക നിന്നോട്, നിന്റെ മേൽ, അൻ അസ്ലമു അവർ ഇസ്ലാം സ്വീകരിച്ചത്, അവർ ഇസ്ലാം സ്വീകരിച്ചത് വല്ലാത്ത ഒരു ഔദാര്യമായി, അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങയോട് ചെയ്ത വല്ലാത്ത ഒരു ഔദാര്യമായി ദാക്ഷിണ്യമായി അവർ എടുത്തു കാട്ടുകയാണ്. ഞങ്ങൾ വിശ്വാസികളായി നിന്റെ കൂട്ടത്തിൽ വന്നില്ലേ, അത് നിനക്ക് ഞങ്ങൾ തന്ന വല്ലാത്ത ഒരു ഔദാര്യമല്ലേ എന്ന രീതിയിലാണ് അവരുടെ സംസാരം. യമുന്നൂന അലൈക അൻ അസ്ലമു അവർ ഇസ്ലാം സ്വീകരിച്ചത് നിന്റെ മേൽ അവർ ചെയ്ത ദാക്ഷിണ്യമായി അവർ എടുത്തു കാട്ടുകയാണ്, എടുത്തു പറയുകയാണ്. അതുകൊണ്ട് നബിയെ ഖുൽ പറയുക ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, ലാ തമുന്നു നിങ്ങൾ ഒരു ദാക്ഷിണ്യമായി കാട്ടേണ്ടതില്ല, നിങ്ങൾ ഒരു ഔദാര്യമായി കാട്ടേണ്ടതില്ല, അലയ്യ എൻ്റെ മേൽ, ഇസ്ലാമക്കും നിങ്ങളുടെ ഇസ്ലാമിനെ, നിങ്ങൾ കീഴൊതുങ്ങിയതിനെ എൻ്റെ മേൽ ഒരു ഔദാര്യമായി ദാക്ഷിണ്യമായി നിങ്ങൾ കാട്ടേണ്ട ആവശ്യം ഇല്ല. അത് എന്നോട് നിങ്ങൾ കാണിച്ച ഒരു ഔദാര്യമൊന്നുമല്ല നിങ്ങൾ ഇസ്ലാമാവുക എന്നത്. മറിച്ച് ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാനി ഇൻ കുൻതും സ്വാദിഖീൻ, ബലില്ല എങ്കിലും അല്ലാഹു യമുന്നു അലൈക്കും നിങ്ങളുടെ മേൽ ദാക്ഷിണ്യം കാണിക്കുകയാണ്, അല്ലാഹു തആല നിങ്ങളുടെ മേൽ ഔദാര്യം കാണിക്കുകയാണ്. അൻ ഹദാകും അവൻ നിങ്ങൾക്ക് മാർഗദർശനം കാണിച്ചു തന്നത്, അവൻ നിങ്ങൾക്ക് മാർഗദർശനമായി നിങ്ങളെ ഇസ്ലാമാക്കിയത്, നിങ്ങൾ ഇസ്ലാമിനെ കീഴൊതുങ്ങി വന്നത്, അതൊന്നും എന്നോടുള്ള ഒരു ഔദാര്യമല്ല,
എന്നോടുള്ള ഒരു ദാക്ഷിണ്യമായി നിങ്ങൾ കാണണ്ട. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇസ്ലാമിലേക്ക് നിങ്ങൾക്ക് മാർഗദർശനം കാണിച്ചത് അല്ലാഹു തആല നിങ്ങളുടെ മേൽ കാണിച്ച ഒരു ദാക്ഷിണ്യമായി കാണണം. ഔദാര്യം അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന ഒരു ഔദാര്യമായിട്ടാണ് നിങ്ങൾ കാണേണ്ടത്. എന്തിനാണ് അൻഹദാക്കും, അവൻ നിങ്ങൾക്ക് മാർഗദർശനം കാണിച്ചു. എന്തിനിൽ ഇസ്ലാമി, സത്യവിശ്വാസത്തിലേക്ക് അവൻ നിങ്ങൾക്ക് മാർഗദർശനം കാണിച്ചത് അല്ലാഹു നിങ്ങളുടെ മേൽ ദാക്ഷിണ്യമായി കാട്ടുകയാണ്. ഇൻ കുൻതും, നിങ്ങളാണെങ്കിൽ സ്വാദിഖീന, സത്യം പറയുന്നവർ ആണെങ്കിൽ. ഞങ്ങൾ വിശ്വസിച്ചു എന്നല്ലേ പറയുന്നത്? ആ വിശ്വസിച്ചു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ തീർച്ചയായും അല്ലാഹു തആല ആ ഈമാനിലേക്ക് നിങ്ങൾക്ക് ഹൃദയം തുറന്നു തന്നു എന്നത്, നിങ്ങൾക്ക് മാർഗദർശനം കാണിച്ചു തന്നു എന്നത് അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന വല്ലാത്ത ഔദാര്യമാണ്. അല്ലാതെ അത് എനിക്കുള്ള ഒരു ഔദാര്യമായിട്ടൊന്നും നിങ്ങൾ കാണേണ്ടതില്ല എന്ന് അവർക്ക് മറുപടി കൊടുക്കണം, അവരോട് പറയണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആയത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന ചില മഹത്തായ ഉപദേശങ്ങളുണ്ട്, ചില പാഠങ്ങളുണ്ട്, ചില സന്ദേശങ്ങളുണ്ട്. എന്താണത്? മുസ്ലിമായി ജീവിക്കാൻ അവസരം കിട്ടുക എന്നത്, വിശുദ്ധമായ ഇസ്ലാം പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു തർക്കവും ഇല്ലാതെ, ഒരു സംശയവും ഇല്ലാതെ സ്വീകരിക്കുക എന്നത് മതപ്രബോധകരാകുന്ന ആളുകളോട് കാണിക്കുന്ന ഒരു ഔദാര്യമല്ല. മറ്റേതെങ്കിലും സംഘടനകൾക്ക് വേണ്ടിയോ ഏതെങ്കിലും പണ്ഡിതന്മാർക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന ഒരു ദാക്ഷിണ്യമായിട്ട് നാം കാണേണ്ടതില്ല. മറിച്ച് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മനുഷ്യരായ നമുക്ക് ലഭിക്കുന്ന മഹത്തായ ഒരു ഔദാര്യമാണ് ഞാനും നിങ്ങളുമെല്ലാം മുസ്ലിമായി എന്നത്. ഇസ്ലാമാകാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നത്. ആ ഭാഗ്യം ലഭിക്കാത്ത ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ മറുഭാഗത്തുണ്ടാകുമ്പോൾ തീർച്ചയായും നമുക്ക് ഇസ്ലാമാകാൻ കഴിഞ്ഞു, മുസ്ലിമാകാൻ കഴിഞ്ഞു എന്നത് റഹ്മാനായ റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള വലിയ ഔദാര്യമാണ്. കാരണം ഇസ്ലാം യഥാർത്ഥ രൂപത്തിൽ ഒരാളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവന് സ്വർഗം ഉറപ്പാണ്. വെറും പേരുകൊണ്ടുള്ള മുസ്ലിം അല്ല, സംഘടനകൾ കൊണ്ടോ മെമ്പർഷിപ്പുകൾ പുതുക്കൽ കൊണ്ടോ ഉള്ള മുസ്ലിം അല്ല. മറിച്ച് അള്ളാഹും അവന്റെ റസൂലും പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഒരു മുസ്ലിമാകാൻ കഴിഞ്ഞാൽ, ഒരു ഇസ്ലാമാകാൻ ഒരു മനുഷ്യനിക്ക് കഴിഞ്ഞാൽ അവനിക്ക് സ്വർഗം ഉറപ്പാണ്. അപ്പോൾ മതം ഉൾക്കൊണ്ടു എന്നത് പ്രവാചകന്മാരോടോ അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ഏതെങ്കിലും പ്രബോധകന്മാരോടോ പ്രഭാഷകന്മാരോടോ അവരോടൊന്നും കാണിക്കുന്ന ഔദാര്യമായി ഒരിക്കലും കാണരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനങ്ങളുടെ മത പ്രവേശനം കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ജനങ്ങൾ കൂട്ടമായി വന്നു എന്നതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭൗതികമായി എന്തെങ്കിലും ലാഭമുണ്ടായിരുന്നുവോ? എല്ലാവരും ഇസ്ലാമിലേക്ക് വന്നു എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന് എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടായിരുന്നോ? ഇല്ല, ഒരു ലാഭവും ഇല്ല. ഇസ്ലാമിലേക്ക് മറ്റുള്ള ആളുകൾ വന്നു എന്നതുകൊണ്ട് പരലോകത്താകട്ടെ വലിയ ലാഭമുണ്ട്. അത് തന്നെയാണ് പ്രബോധകന്മാരാകുന്ന നമുക്കും നമ്മുടെ ചിന്തയും അത് തന്നെയാണ്. ഒരാൾ ഇസ്ലാമിലേക്ക് നമ്മുടെ ക്ലാസ് കേട്ടുകൊണ്ടോ നമ്മുടെ പ്രഭാഷണം കേട്ടുകൊണ്ടോ നമ്മുടെ ഖുതുബ കേട്ടുകൊണ്ടോ വന്നാൽ ദുനിയാവിൽ നമുക്കതുകൊണ്ട് യാതൊരു നേട്ടവും ഇല്ല. മറിച്ച് അതുകൊണ്ടുള്ള നേട്ടം നാളെ പരലോകത്താണ്. എന്നാൽ മാത്രമല്ല, കൂടുതൽ ലാഭം ഉണ്ടാവുക ആർക്കാണ്? കൂടുതൽ ലാഭമുണ്ടാകുക പറഞ്ഞു കൊടുത്തവനേക്കാളും കൂടുതൽ അത് മതം സ്വീകരിച്ച ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാവുക. നാളെ സ്വർഗം കിട്ടും എന്ന ലാഭം. ജനങ്ങളെ സത്യവിശ്വാസം സ്വീകരിച്ചില്ലെങ്കിൽ പ്രവാചകന്മാർക്ക് നഷ്ടങ്ങളൊന്നും വരാനില്ല, ഒരു നഷ്ടവും വരാനില്ല. ഇവിടെയുള്ള ഏതെങ്കിലും പ്രബോധകന്മാർക്കോ സംഘടനയുടെ ആളുകൾക്കോ നേതാക്കന്മാർക്കോ വയല് പറഞ്ഞു നടക്കുന്ന, പ്രഭാഷണം നടത്തുന്ന, ക്ലാസുകൾ നടത്തുന്ന ആരും ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല, ആരും പഠിച്ചില്ല, അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിച്ചില്ല എന്നതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടങ്ങൾ വരാനുണ്ടോ? ഒരാൾക്കും ഒരു നഷ്ടവും ഇല്ല. മറിച്ച് അവരുടെ ബാധ്യത എന്താണ്? വ്യക്തമായ പ്രബോധനം മാത്രമായിരുന്നു പ്രവാചകന്മാരുടെ ബാധ്യത. അള്ളാഹു പറഞ്ഞത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക, പറയുക എന്നത് മാത്രമാണ്, ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് എല്ലാവരുടെയും ബാധ്യതയുള്ളത് എന്ന മഹനീയമായ ഒരു പാഠം ഈ ആയത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് കിട്ടുന്നുണ്ട്. മാത്രവുമല്ല, മതം സ്വീകരിക്കുക എന്നതിൽ വീഴ്ച ആരെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ കലാമ് പഠിച്ചില്ല, അത് മനസ്സിലാക്കിയില്ല എന്നതിന്റെ നഷ്ടം ആർക്കാണ്? പഠിക്കാത്ത നമുക്കാണ് അതുകൊണ്ട് നഷ്ടമുണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ അറിയുക, പ്രബോധിതരുടെ നിരാകരണം കൊണ്ട് നഷ്ടമില്ല, ഒരു നഷ്ടവുമില്ല അവർ അംഗീകരിച്ചില്ല എന്നതുകൊണ്ട്. എന്നാൽ പ്രബോധിതരാകുന്ന ആളുകൾക്ക്
നമ്മോട് ഒരാൾ ഒരു കാര്യം ഉപദേശിക്കുമ്പോൾ അള്ളാഹു ഇന്നതാണ് പറഞ്ഞത്, അള്ളാന്റെ റസൂൽ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് അത് നാം സ്വീകരിക്കാതിരുന്നാൽ അതിന്റെ നഷ്ടം പറഞ്ഞു തന്നവർക്കല്ല, അവർക്കൊരു നഷ്ടവും ഇല്ല, മറിച്ച് ആ നഷ്ടം അത് സ്വീകരിക്കാത്ത ആളുകൾക്കാണ് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് മതത്തെ ഗൗരവത്തോടുകൂടെ കാണുന്ന ഞാനും നിങ്ങളും, ഇസ്ലാമാകണം, സ്വർഗം കിട്ടണം, മുഅ്മിനാകണം എന്നതിനെ ഏറെ ഗൗരവത്തോടുകൂടെ കാണുന്ന ഞാനും നിങ്ങളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധാരാളം വിവിധങ്ങളായ മതസംഘടനയിലേക്ക് വന്ന ഞാനും നിങ്ങളും, പലർക്കും പല സംഘടനകളിലും മെമ്പറായിരിക്കാം, പലരും സംഘടനയിൽ പ്രവർത്തിക്കാത്തവരുണ്ട്. എന്തായിരുന്നാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മതസംഘടനയിലേക്ക് വന്ന ഞാനും നിങ്ങളും ഒരു കാര്യം മറക്കാൻ പാടില്ല. ഞാൻ നിങ്ങളുടെ സംഘടനയിലേക്കല്ലേ വന്നത്. എത്രയെല്ലാം സംഘടനകൾ ഇവിടെ ഉണ്ടായിരുന്നു, അതിലേക്കൊന്നും പോകാതെ ഞാൻ നിങ്ങളോടൊപ്പമല്ലേ വന്നത്. അത് ഞാൻ നിങ്ങളോടൊപ്പം കൂടിയത്, ഞാൻ നിങ്ങളുടെ മെമ്പർഷിപ്പ് എല്ലാ മാസവും എല്ലാ വർഷവും പുതുക്കുന്നത്, അത് വല്ലാത്ത ഒരു ഔദാര്യമാണ്. ആ ഔദാര്യം എനിക്ക് കിട്ടണം എന്ന ആ ഒരു ചിന്ത ഒരിക്കലും വിശ്വാസികളാകുന്ന ആളുകൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന മഹത്തായ ഒരു പാഠം തീർച്ചയായും ഇതിലുണ്ട്. അള്ളാഹു പറഞ്ഞത് സ്വീകരിച്ചാൽ അതിന്റെ നേട്ടം നമുക്കാണ്. ഏതെങ്കിലും ക്ലാസ്സുകളിൽ നിന്ന് വല്ലതും കിട്ടുമ്പോൾ അത് ജീവിതത്തിൽ പകർത്തിയാൽ ഉണ്ടാകുന്ന നഷ്ടം നമുക്കാണ്. പറഞ്ഞു തന്നവർക്ക് യാതൊരു നഷ്ടവുമില്ല, അവരുടെ ബാധ്യത അതോടുകൂടെ അവസാനിക്കും. അതുകൊണ്ട് കേൾക്കുന്നത് സത്യമാണെങ്കിൽ, പ്രമാണമാണെങ്കിൽ അത് അംഗീകരിക്കാനും നാളെ പരലോകത്ത് അത് വിജയത്തിന് കാരണമാക്കി തീർക്കുവാനും നമുക്ക് കഴിയണമെന്ന മഹനീയമായ ഒരു സന്ദേശം ഈ ആയത്തിൽ നിന്ന് നമുക്ക് പാഠമായി, സന്ദേശമായി സ്വീകരിക്കാൻ കഴിയും. തുടർന്ന് അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലാഹ യഅലമു ഗൈബസ് സമാവാതി വൽ അർദ് വല്ലാഹു ബസീറും ബിമാ തഅമലൂൻ. ഇന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു, യഅലമു, അവൻ അറിയുന്നവനാണ്, ഗൈബസ് സമാവാതി, ആകാശങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന അദൃശ്യപരമായ മുഴുവൻ കാര്യങ്ങളും അറിയുന്നത് അല്ലാഹുവിനാണ്. വൽ അർള്, ഭൂമിയിലെയും ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യ കാര്യം അറിയാൻ കഴിയുന്നത് റഹ്മാനായ റബ്ബ് അത് അറിയുന്നുണ്ട്. മറ്റൊരാൾക്കും അതറിയാൻ കഴിയില്ല, ഒരാൾക്കും അറിയാൻ കഴിയില്ല. പ്രവാചകന്മാർക്ക് തന്നെയും അല്ലാഹു എന്താണോ അറിയിച്ചു കൊടുത്തത് അത് മാത്രമേ അറിയൂ. അതിന്റെ അപ്പുറമോ ഇപ്പുറമോ അറിയാൻ പ്രവാചകന്മാർക്ക് പോലും അറിയില്ല. അല്ലാഹുവിനാണ് ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യ കാര്യങ്ങളെല്ലാം അറിയുന്നവൻ അവനാണ്. വല്ലാഹു ബസീറും ബിമാ തഅമലൂന, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി കൃത്യമായി കണ്ട് അറിയുന്നവനാണ്. എല്ലാം അറിയുന്ന റഹ്മാനായിരിക്കുന്ന റബ്ബിനെ കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ മനസ്സുകളിൽ ഏത് സമയത്തും ഉണ്ടായിരിക്കണം എന്ന ആ ഒരു ഉപദേശത്തോടു കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൂറത്തുൽ ഹുജറാത്തിലൂടെ വിശ്വാസികളാകുന്ന ഞാനും നിങ്ങളും പാലിക്കേണ്ട, നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ധാരാളം കൽപ്പനകളാണ്, നിർദ്ദേശങ്ങളാണ്, ഉപദേശങ്ങളാണ്, പരസ്പര ബാധ്യതകളാണ് റഹ്മാനായ റബ്ബ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ധാരാളം കൽപ്പനകൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പിക്കുവാനും തീർച്ചപ്പെടുത്തുവാനും എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. അതിന് റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ സകലമാന തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളായ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാഫാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്. അതിൽ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, സ്നേഹിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ മഗ്ഫിറത്ത് മർഹമത്ത് നൽകണം റഹ്മാനെ. അവരുടെ ഖബറുകളെ നീ സ്വർഗീയ ആരാമമാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും അല്ലാഹുവേ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. പൂർണ്ണമായ ശമനം കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് പ്രദാനം ചെയ്യണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ ഏവരെയും നീ കാത്തു സംരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത്, അല്ലാഹുവേ മരണം വരുന്ന സമയം, അല്ലാഹുവേ മരിക്കുന്ന സമയം മുഅ്മിനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സന്തോഷത്തോടെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഖ്ലിസുകളിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, അല്ലാഹുവേ കീറി മുറിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാത്തു സംരക്ഷിക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ ദുആനാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.